അവിടെ പോയ എല്ലാം പുതിയ ആൾക്കാര്, കുറെ നേഴ്സുമാര്, ഒരു ഹൈലൈറ്റ്. വയസ്സാം കാലത്ത് കുട്ടിനിക്കറോട്ട കിടക്ക തള്ളയുടെ തള്ളയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു സൂപ്പർ ഫാമിലി. അപ്പോൾ അങ്ങനെ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതിനൊക്കെ പോയി വന്ന് അപ്പോഴാണ് ഓർത്തത് അയ്യോ ഇൻട്രോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ നമുക്ക് കാർത്തി വന്നിട്ടുണ്ട്, പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ തന്നെ. കാർത്തി 2 ദിവസത്തേക്ക് വേണ്ടി വന്നിട്ടുണ്ട്. കാർത്തി കല്യാണത്തിന് വേണ്ടി വന്നേക്കാം. അപ്പോൾ അതിൻ്റെ അത് കാർത്തിക്ക് വലുതാട്ടോ. അത് വലുതാ, വലുത് മാത്രമേ ഉള്ളൂ, എന്റെ സൈസിനൊന്നും ഇല്ല. ഒരു വീടിനുള്ളിൽ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഇതാണ് ഗുണം. പക്ഷേ ഇന്നലെ എല്ലായിടത്തും ഒതുക്കി അൽമാരി കയറ്റുള്ളൂ. ഈ റൂമൊന്ന് ക്ലീൻ ആക്കാം. നല്ല നല്ല കമ്മലുകളുണ്ട്. ആ തേപ്പട്ടിയാ. അങ്ങനത്തെ രാവിലെ അമ്മ അന്താളിച്ച് നോക്കാം, ഞാൻ കഴിക്കണ വീഡിയോ എന്തിനാ എടുക്കണേന്ന് ചോദിച്ചിട്ട് മാറി ഇരുന്ന് പോയി കഴിക്കായിരുന്നു. അമ്മ കഷ്ണം അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അതൊക്കെ സൈഡാക്കി ദോശ കഴിക്കാൻ കൊടുത്തു. ഇത് നമ്മൾക്ക് കോവയ്ക്ക ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പാവയ്ക്ക ഫ്രൈ, പാവയ്ക്കയും ഉള്ളിയും നാളികേരക്കൊത്തൊക്കെ ഇട്ടുള്ളത്. ഇത് വേണമെങ്കിൽ കമൻറ്റ് ബിലോ. കാർത്തി കമ്മലും മലയൊക്കെ സെലക്ട് ചെയ്തു. എൻ്റെ കമ്മലും മലയും സെലിബ്രേറ്റ് ചെയ്ത് മേടിക്കാൻ പോകാം നമുക്ക്. എന്ത് മേടിക്കാനാ? എന്ത് മേടിക്കാനാ പറയ്. എന്ത് ഡ്രസ്സ്? അല്ലെങ്കിൽ നീ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ഇപ്പൊ തരാം. അമ്മ ഇരുത്തി വല്യമ്മ ഇരുത്തിട്ട് നമ്മളുണ്ടാക്കി കൊടുക്കേണ്ടതാണ്. എനിക്ക് ദോശ സന്തോഷമാണ് അത്. അത് ചേച്ചി 2 എണ്ണം കൂടെ ആയിക്കോട്ടെ. ഇപ്പൊ തരാം. അതിന് ഒരെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മ ദോശ ഇതിലേ വേഗം കിട്ടില്ല. ഞാൻ സുന്ദരിയാണോ അച്ഛനേക്കാളും സുന്ദരിയാ? ഞാൻ സുന്ദരിയല്ല. എന്നാലും ഞാനാണ് ഏറ്റവും സുന്ദരി വീട്ടില്. അത് പറയാൻ പറ്റില്ല. ഷാരിയാണോ ശരണ്യാണോ കാർത്തിയാണോ ഗോപാണോ ആരെ ഏറ്റവും സുന്ദരി? ഞാനല്ലേ? എനിക്ക് എല്ലാവരും ശരിയാ മോളെ. എന്നാലും ഏറ്റവും സുന്ദരി ഞാനല്ലേ? പാത്തുവിനെ കണക്കി കൂട്ടിയിട്ടില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് അവള് വളർന്നു വരട്ടെ. എനിക്ക് കുടിക്കാൻ അധികം വർത്താനം പറയാം. എന്റെ വേണ്ട കണ്ട് ലീവില്ലാത്തോണ്ടല്ലോ പോണേ. പിന്നെ നീ എന്തിനാ ലീവ് എടുക്കണ്ട? അവിടെ എന്തിനാ ലീവ് എടുക്കണ? ആരുമില്ല. ശരണ്യ വൈകുന്നേരമല്ലേ അവരല്ലോ. അല്ല പോകും. അവിടെ ഒന്ന് കണ്ടിട്ട് പോയ. അവള് ബാംഗ്ലൂരല്ലേ? അതെ. ഞാൻ എവിടെയാ? അവൾക്ക് പരീക്ഷയല്ലേ, വരാൻ പറ്റില്ല. ഇന്ന് വരുന്നോർന്ന് ഇല്ല ഇല്ലേ? നിന്റെ കൊണ്ടിരില്ലേ? നാളെ വരുള്ളൂ. നാളെ വരില്ല അല്ലേ? അപ്പൊ നിനക്ക് ഇന്ന് വേണം. ഇന്ന് വേണം. ഞാൻ പോട്ടെ എന്നാ. നല്ല സുന്ദരിയായിട്ടിരിക്കണം കേട്ടോ. ഓ പിന്നെ സുന്ദരിയല്ലേ? അവളൊന്ന് കണ്ടിട്ട് പോവാടി. എനിക്ക് ഞാനൊരു കല്യാണത്തിന് പോവാ. എവിടെ? കോട്ടയത്ത്. ശരി കേട്ടോ, പോയിട്ടാ. പിന്നെ ആരുള്ള? എല്ലാരും ഉണ്ട്. അല്ല ഇവരാരെങ്കിലും ഉണ്ടോ? കുട്ടികൾ? ഇത് കുട്ടിയാ, ഈ തള്ളയില്ല. അവള് കുട്ടിയാ. എനിക്ക് അവള് കുട്ടിയാ. ഞാൻ തള്ളയാണെങ്കിൽ കാർത്തി മുതിക്ക് തള്ള. കാർത്തി തള്ളയുടെ തള്ളയോ?
കാർത്തി ആരാമേ? അതെ നീ ഓരോന്ന് പറഞ്ഞു അച്ഛമ്മ ഞാനുള്ളൂ ഇത്തിരി സ്നേഹി ഇവൾക്ക് അച്ഛമ്മ എന്താ പോവാത്തെന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ്. ഇതിനൊന്നും അച്ഛമ്മ വിശ്വസിക്കരുത്. സ്നേഹം എനിക്ക് മാത്രമേ ഉള്ളൂ അച്ഛമ്മ അതെ എന്നിട്ട് വരാറും കൂടി ഇല്ല ഇവിടെ. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു മാസം മുമ്പ് അച്ഛമ്മ വന്ന് കണ്ടല്ലേ. അല്ല എന്നാ നീ വന്ന ഇവിടെ? കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ ചുങ്കാലില് കാണാൻ. ഇവിടെ കിടന്ന് മടുത്തു. സച്ചിട്ടയുടെ ഭക്ഷണം കഴിച്ചു മടുത്തു. അവിടെ പോയ എല്ലാം പുതിയ ആൾക്കാര്, കുറെ നേഴ്സുമാര് ഒരു ഹൈലൈറ്റ്. ആൻജിയോഗ്രാഫിന് വേണ്ടി നേഴ്സുമാരെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവരായിട്ട് കൂട്ടായി. എന്നിട്ട് ഓണത്തിന് സദ്യയുടെ ഓർഡർ പിടിച്ചു. വയസ്സാം കാലത്ത് കുട്ടിനിക്കറോട്ട കിടക്ക. ചിറ്റക്കൂടെ നിന്നോട്ടെ. ഇതൊക്കെ അമ്മയുടെ നമ്പർ കൊടുത്തോ? എന്നോട് വന്നിട്ട് അച്ഛൻ നമ്പറൊക്കെ തന്നെ വിളിക്കാട്ടോ. കൊള്ളാൻ വെച്ചാ എന്തായാലും അടിച്ചു പൊളിച്ച ഓപ്പറേഷൻ ഒക്കെ ചെയ്യും. ഇടി ഇത് നിർത്തോ? ഞാൻ ഒന്ന് മര്യാദക്ക് വിഷ് ചെയ്യട്ടെ. എന്ത് ഓപ്പറേഷൻ അങ്ങനെ കാർത്തി പോയി. ഇപ്പം ഞങ്ങൾക്ക് നാളെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അമ്മയുടെ ഓരോ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് ഇത് പാക്ക് ചെയ്യണം. അമ്മ ഉണ്ടാക്കുന്നു, ഞങ്ങൾ പാക്ക് ചെയ്യണു. അങ്ങനെയൊക്കെ ആയിട്ടിരുന്നു. അത് അടുപ്പത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സ്നേഹ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മോനെ ഡേ കെയറിന് പിക്ക് ചെയ്യാൻ വേണ്ടി അതിനിടയ്ക്ക് ഞങ്ങൾ അതിന് പോയി. ഫുൾ തിരക്കായിരുന്നു. രാവിലെ തൊട്ട് ബാക്ക് ടു ബാക്ക് പണികളായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞത് അവനെ വിളിക്കാൻ പോയി. അതിൻ്റെ സന്തോഷത്തിലാണ് അവൻ ഓടി വരുന്നുണ്ട്. പോവാം. എവിടേക്കാ? ഉണ്ണിയപ്പ മോ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്നത് അമ്മയ്ക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞല്ലോ. സ്കൂളിൽ പോയി സ്കൂളിലൊക്കെ പോയി വെയിലല്ലേ അപ്പൊ പിന്നെ സ്കൂളിൽ പോവാ അറിയോ? പെയിന്റ് ചെയ്യാൻ പറ്റുമോ? എന്താ ചുണ്ടുമ്പോ പറ്റി വീണു? എങ്ങനെ? അമ്മ തള്ളിയിട്ടാ? അമ്മ തിങ്ങനെ നിൽക്കുമ്പോ ഒരു തള്ളായിരുന്നു അല്ലേ? അല്ല അതാരാ ഷായോ? ഇതാരാന്നറിയോ? ആകെ കൺഫ്യൂഷനായി. അങ്ങനെ സയോനെയൊക്കെ വിളിച്ചു വന്നു. സയോനപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി 2 കാർ എടുത്തിട്ട് വരണം, അതെടുക്കാൻ മറന്നു എന്നൊക്കെയായിരുന്നു പരാതി. അപ്പോൾ ഇവിടെ വന്നത് ഒരു കാറ് മേടിച്ച് അത് കൊടുത്ത് ഇപ്പം അതിനെ എങ്ങനെ ഇതാക്കും എന്നൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് ഞങ്ങൾ ബാറ്ററി മേടിക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അടുത്തത് എന്തായാലും പുറത്ത് പോകണ്ട. അപ്പോൾ ആ സമയത്ത് ബാറ്ററി മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം. ഇതാണ് അപ്പോൾ അത് നമ്മളുടെ നാളത്തെ എക്സിബിഷന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇത് നിങ്ങൾ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ കാണുന്നത്. കാരണം ഞാൻ ഇപ്പോൾ തിരിച്ച് ദുബായിലെത്തി കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യണത്. ഇത് നാട്ടിലുള്ളപ്പോൾ എല്ലാം എടുത്ത് വെച്ചാണ്. പിന്നെ കുറേ കാര്യങ്ങൾ കാരണം തിരക്ക് കാരണം ഒന്നും എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും സമയം കിട്ടിയില്ല. കുറേ ഹോം മെയ്ഡ് എല്ലാം അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതും അമ്മ ഉണ്ടാക്കിയതാണ്. ഇത് ലഞ്ചാണ് മാത്രം. അപ്പോൾ ബാക്കി പാക്ക് ചെയ്തേക്കണ കാര്യങ്ങളും നമുക്ക് പഴയ പിക്കിളുകൾ, അതായത് പഴയ സ്റ്റൈലിലുള്ള പിക്കിളുകൾ മാങ്ങയുടെ ഉണ്ട്. ഇതിപ്പോൾ കോവയ്ക്കും നേരത്തെ പാവയ്ക്ക കാണിച്ചില്ല, അതേപോലെ തന്നെ കോവയ്ക്കും ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇത് എണ്ണക്കറി എന്ന് പറയും. മാങ്ങയുടെ പൾപ്പ് വെച്ച് മാത്രം ഉണ്ടാക്കണതാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക. നമ്മൾ എവിടേക്കാണെങ്കിലും കൊറിയർ ചെയ്യണതായിരിക്കും. ഞങ്ങൾക്കത് ഉച്ചക്കലേക്ക് ഒരു തട്ടിക്കൂട്ട് എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ മീൻ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു.
ഉണ്ണിയപ്പം സായുവിന് വേണ്ടി കുറച്ച് ഉണ്ടാക്കി മാറ്റി വെച്ചേക്കുന്നത്. എനിക്കത് ഇങ്ങനെ എക്സ്ട്രാ വരുന്ന കുഞ്ഞു കുഞ്ഞു പീസുകൾ അതാണ് എൻ്റെ ഫേവറേറ്റ്. ഞാനെപ്പോഴും അതിൽ നിന്ന് അതാണ് പറക്കി കഴിക്കുക. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് മുകളിലേക്ക് വന്നതാണ്. പക്ഷേ സായു എന്നെ ഇരുത്തി കളറൊക്കെ ചെയ്യിപ്പിച്ച് ഞാൻ വീണ്ടും കിടക്കാൻ വേണ്ടി കയറി കിടന്നപ്പോൾ അവൻ മുഖത്തിട്ടിങ്ങനെ ഉരയ്ക്കലാണ് അവൻ്റെ ഒരു ഹരം. അപ്പോൾ അവൻ കയറി വന്ന് മുഖത്തിട്ട് കയ്യും മുഖമൊക്കെ എടുത്ത് ഉരച്ച് അവസാനം ഉറങ്ങാൻ ശ്രമിച്ചു. ലാസ്റ്റ് അടുത്ത പണിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. വേറെ കുറപ്പിനുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തീർന്ന് ഡ്രസ്സൊക്കെ നോക്കി അതൊക്കെ മേടിച്ച് ലാസ്റ്റ് ചെമ്പരത്തിയിൽ അവിടെ നമ്മുടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് അവിടെ ഒന്ന് ഫുഡ് പാഴ്സലൊക്കെ മേടിച്ച് ഞങ്ങൾ എപ്പോൾ ഇറങ്ങിയത് സായി? നമ്മൾ കുറേ ടൈമായില്ലേ? നമ്മൾ കുറേ ടൈമായിട്ട് കറങ്ങി നിന്ന് സായു കുറേ നേരം കറങ്ങാൻ പോയി. സായു ഇറക്കിയിടുന്നു. കുറേ നേരം കറങ്ങാൻ പോയി, ഡ്രസ്സൊക്കെ മേടിച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ പോയത്. സ്കെൽട്ടൻ പോലെ ഒന്നും കാണുന്നില്ല ഇതിൻ്റെ. അപ്പം ശരി, ഞങ്ങൾ ഇനി വീട്ടിൽ പോട്ടെ. എല്ലാം കഴിഞ്ഞ് ഫുഡും ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് ഇപ്പോൾ നാളത്തേക്കുള്ള ലിസ്റ്റ് ഇടുകയാണ്. എന്തൊക്കെ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഹലോ, അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങിയത്. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ ഓട്ടത്തോടോട്ടം ഇന്നലെ രാവിലെ 6:30 തുടങ്ങിയിട്ട് രാത്രി 12-12:15 കിടക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ വെച്ചാൽ ഇന്ന് രാവിലെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ അങ്ങനെ മെയിനായിട്ട് കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഫുൾ ഓട്ടം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുമായിരുന്നു. അപ്പോൾ രാവിലെ അങ്ങനെ അച്ഛനെ കൊണ്ട് ടെസ്റ്റിന് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിപ്സ്, പിക്കിൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്നേഹം ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അച്ഛനെ കൊണ്ട് പുറത്ത് പോയി. പിന്നെയും തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും വൈകുന്നേരം പോയി കുറേ സാധനങ്ങളൊക്കെ മേടിക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും പാക്കിങ് അങ്ങനെ കുറേ പരിപാടികളായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കിടന്നപ്പോൾ 12-12:15 അപ്പോൾ എല്ലാം കഴിഞ്ഞ് കിടന്ന് ഇപ്പോൾ രാവിലെ എണീറ്റ് ഒരു ട്രിപ്പ് ഓട്ടം കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ ഈ ഗ്യാപ്പിൽ ഞാൻ ഇപ്പോൾ ഓട്ടപ്പം പങ്കെടുത്ത് തീർക്കാമെന്ന് ചോദിച്ചു. കാരണം ഇനിയിപ്പോൾ അടുത്ത തിരക്കും ഓട്ടങ്ങളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അത്രയൊക്കെ ഉള്ളൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഡീറ്റെയിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നുണ്ട്. അറിയില്ല എന്നാൽ നടക്കണമെന്ന് നോക്കിയിട്ട് എടുക്കാം. എപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇന്നിപ്പോൾ എന്തായാലും എടുത്ത അത്രയും ക്ലിപ്സെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. നമുക്കിന്ന് മെയിനായിട്ട് എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതും നിങ്ങൾ പോയി നോക്കൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിപ്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുട്ടി ഇതിട്ടിട്ടുണ്ട്, എന്താ പറയുക, ക്ലിപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ മാത്രം അധികമൊന്നും ഇല്ല, അതെനിക്കറിയാം. എന്നാലും എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.